വചന ശുശ്രൂഷയ്ക്ക് പകരം കഥകളായി മാറി. ആത്മാവിലുള്ള ആരാധനയ്ക്ക് പകരം പെർഫോമൻസ് ആയി മാറി. ഐക്യതയ്ക്ക് പകരം പാർട്ടി സ്പിരിറ്റും പാനലുമായി മാറി. ഇതെല്ലാം കൂടെ വെക്കുമ്പോ യവനന്മാര് വന്ന് പറയും, ഇവിടെ ദൈവമില്ല, ഇത് കേവല മനുഷ്യരാ. ഇങ്ങനെ പറയുന്ന ഒരു സമൂഹത്തിന്റെ നടുവിൽ ദൈവം ഇന്ന് രാത്രി നമ്മളെ വിളിക്കുന്നു. ഇല്ല, 2 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്ത് ഞാൻ അവരുടെ നടുവിൽ ഉണ്ട് എന്ന് പറഞ്ഞ ദൈവം ഇന്നും വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടത്തിന്റെ നടുവിൽ താൻ ഇറങ്ങി വരും. ദൈവം ഇറങ്ങി വന്നാൽ അവിടെ വചന ഘോഷണം ഉണ്ടായിരിക്കും. പെന്തക്കോസ്ത് ദിവസം കാറ്റടിച്ചുകൊണ്ടല്ല 3000 പേര് വന്നത്. അവിടെ ഒരു പ്രസംഗം നടന്നു. കാറ്റടിച്ചവന്റെ ഒരു പ്രസംഗം അവിടെ നടന്നു. ആ പ്രസംഗം കേവല അറിവല്ലായിരുന്നു. ആ പ്രസംഗം കർണരസകരമല്ലായിരുന്നു. അവരെ കീറിമുറിക്കുന്ന ആത്മീക ദൂത് അവർ വിളിച്ചു പറഞ്ഞു. നമ്മുടെ സഭാ ഹാളുകളിൽ ഒരാൾ കയറി വന്നാൽ അവർ കേൾക്കട്ടെ വചനത്തിന്റെ ശക്തി. നമ്മുടെ കൺവെൻഷൻ യോഗത്തിൽ ഈ ദേശം കേൾക്കട്ടെ വചനത്തിന്റെ കീറിമുറിക്കുന്ന ശക്തി. നമ്മൾ കേട്ടിട്ടില്ലേ നമ്മുടെ സമൂഹത്തിൽ കോളാമ്പിയിലൂടെ കേട്ട സുവിശേഷത്തിൽ മരത്തേൽ കയറി നിന്നവൻ താഴെ ഇറങ്ങി ആ യോഗം തീരുന്നതിന് മുമ്പ് വന്ന് സമർപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടില്ലേ? വചനത്തിന് ശക്തി കുറഞ്ഞിട്ടില്ല. വചനത്തെ ദുർബലപ്പെടുത്താൻ നമ്മൾ ശ്രമിക്കണ്ട. വചനത്തിൽ അല്ല വിടുതൽ എന്ന് ചിന്തിക്കേണ്ട. വചനം പ്രസംഗിക്കുന്നിടത്ത്, ആത്മാവിന്റെ നിറവോടെ പ്രസംഗിക്കുന്നിടത്ത് ഒരു കൂട്ടം ആൾക്കാരെ ദൈവം ഇന്നും വിളിക്കുന്നു, ഒരുക്കുന്നു ദൈവത്തിന്റെ വരവിനായി.